my side, I'm taking the lead. Switching my core, but kill any pain. മച്ചന്മാരെ നമുക്ക് എല്ലാവർക്കും ബസ് സിമുലേറ്റർ ഗെയിംസ് കഴിഞ്ഞതിനെ കളിക്കാനായിട്ട് നല്ല രീതിക്ക് ഇഷ്ടമായിരിക്കും. അത്തരത്തിലുള്ള 3 കിടിലൻ ഇന്ത്യൻ ബസ് സിമുലേറ്റർ ഗെയിംസാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. നമ്മുടെ ഇന്ത്യയിലും കേരളത്തിലൊക്കെ ഉള്ള റോഡും അതുപോലെ തന്നെ അതേപോലുള്ള ബസ്സും കാര്യങ്ങൾ തന്നെ ആഡ് ചെയ്തിട്ടുള്ള അങ്ങനത്തെ കിട്ടുള്ള 3 ഗെയിംസാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന എനിക്ക് നല്ല രീതിക്ക് ഉറപ്പുണ്ട്. നിങ്ങൾ ഫസ്റ്റ് കുറച്ച് ഗെയിംസിൻ്റെ സാമ്പിൾ ഞാൻ കാണിച്ചു തരുന്നത് നിങ്ങൾ കണ്ടല്ലോ. അത്തരത്തിലുള്ള കിടിലൻ ഗെയിംസാണ് ഞാൻ ഈ ഒരു വീഡിയോ കാണിച്ചു തരാൻ പോകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും നമ്മുടെ ഈ ഒരു ചാനൽ കൂടുതൽ ഗെയിമിംഗ് കണ്ടൻസ് ഞാൻ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഗെയിമിംഗ് കണ്ടൻസ് അല്ല, ഗെയിം എക്സ്പ്ലെയിൻ വീഡിയോസാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ നമ്മുടെ ചാനൽ കയറി നോക്കിയാൽ കാണാൻ സാധിക്കും ഒരുപാടധികം വീഡിയോസും കാര്യം തന്നെ ചെയ്തിട്ടുണ്ട്. ഷോർട്സ് ആയിട്ട് ഇപ്പോൾ ഫുൾ വീഡിയോ ആയിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് വീഡിയോസും കാര്യം തന്നെ. അപ്പോൾ നമ്മുടെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കി, ചാനൽ ചെക്ക് ചെയ്ത് നോക്കി നിങ്ങൾക്ക് കുറേ ഗെയിംസും കാര്യം തന്നെ കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഒട്ടും ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. ലിസ്റ്റിലെ ഫസ്റ്റ് ഗെയിം എന്ന് പറയുന്നത് ഇന്ത്യൻ ബസ് സിമുലേറ്റർ എന്നാണ് ഗെയിമിൻ്റെ നെയിം വരുന്നത്. അപ്പോൾ ഗെയിമിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ പ്ലേ സ്റ്റോറിൽ 50 ലക്ഷത്തിലധികം ആൾക്കാർ ഡൗൺലോഡ് ചെയ്ത് കളിക്കുന്ന ഒരു ഗെയിമാണ്. പിന്നെ 4.1 റേറ്റിംഗ് കാര്യം തന്നെ വരുന്നുണ്ട്. ഇത് ജസ്റ്റ് ഒരു ഗെയിം മാത്രമല്ല, ഒരുപാടധികം എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. ടാസ്ക് അതുപോലെ തന്നെ മിഷൻസ് ഒക്കെ ഇഷ്ടം പോലെ കിടപ്പുണ്ട്. പിന്നെ നമ്മൾ ജസ്റ്റ് നോർമൽ ഗെയിമൊക്കെ ബസ് ഇങ്ങനെ ചുമ്മാ ഓടിച്ച് കളിക്കുന്ന ചെറിയ ചെറിയ മിഷൻസ് ഉണ്ടാവുള്ളൂ. ഇതിലാണെങ്കിൽ ബസ്സുകൾ തമ്മിൽ യുദ്ധം, റേസിങ്, പിന്നെ അതുപോലെ തന്നെ വലിയ മാപ്പും കാര്യത്തിലായിട്ട് നമുക്ക് വണ്ടി വെച്ച് ഇങ്ങനെ ചില്ലായി നടന്നിങ്ങനെ എൻജോയ് ചെയ്ത് കളിക്കാനായിട്ട് പറ്റും. ഈ ഒരു ഗെയിമിൻ്റെ ഗെയിം സൈസ് വരുന്നത് വെറും 150 MB മാത്രമാണ്. അപ്പോൾ നിങ്ങൾക്ക് കളിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ ഒരു ഗെയിം കളിച്ച് നോക്കുക, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിക്കുള്ള ഗ്രാഫിക്സും കാര്യത്തിന് കൊടുത്തിട്ടുള്ള ഒരു ഗെയിമാണ്. ഒരുപാടധികം മിഷൻസ് കാര്യങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ബാക്കിയുള്ള സിമുലേറ്റർ ഗെയിംസിനൊക്കെ വെച്ച് വ്യത്യസ്തമാക്കി നിർത്തുന്നത് ആ ഒരു സംഭവങ്ങളൊക്കെ തന്നെയാണ്. ഒന്ന് കളിച്ച് നോക്കിക്കോ. ലിസ്റ്റിലെ സെക്കൻഡ് ഗെയിം നോക്കാം, ബസ് സിമുലേറ്റർ കേരള. അധികം ആരും അറിയാതെ പോയിട്ടുള്ള ഒരു കേരള ബസ് സിമുലേറ്റർ ഗെയിമാണിത്. ഓക്കെ, ഗെയിമിൻ്റെ ഓഡിയൻസ് എന്ന് പറയുന്നത് പ്ലേ സ്റ്റോറിൽ ഒരു 5 ലക്ഷം കാര്യങ്ങളേ ഉള്ളൂ. പക്ഷേ ഗെയിമിൻ്റെ റേറ്റിംഗ് കാര്യത്തിന് 4.2 റേറ്റിംഗ് ഉണ്ട്. അത്യാവശ്യം കൂടുതൽ മലയാളീസ് തന്നെ ആയിരിക്കും ഡൗൺലോഡ് ചെയ്ത് കളിച്ചിട്ടുണ്ടാവുക. പക്ഷേ എന്നാൽ അറിയാത്ത കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ഗെയിം കാണിക്കുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഗ്രാഫിക്സും, കേരളത്തിൽ ഓടുന്ന മിക്ക ബസ്സും കാര്യത്തിന് കുഴപ്പമില്ലാത്ത ബസ്സും, നമ്മുടെ ലോറി ഉണ്ടല്ലോ, എയ്ച്ചർ ലോറി, അതുപോലെ തന്നെ ട്രാവലർ, അങ്ങനെയുള്ള വെഹിക്കിൾസ് കാര്യത്തിലേക്ക് റോഡ് സൈഡിലായിട്ട് കാണാൻ സാധിക്കും. ഓടിക്കാനായിട്ട് ബസ്സുകൾ മാത്രമേ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു ഗെയിം നിങ്ങൾക്ക് കളിക്കണം എന്ന് തന്നെ കളിച്ച് നോക്കാം. വെറും 120 MB എങ്ങാണ്ട് ഗെയിം സൈസ് വരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ. അത്യാവശ്യം ബസ്സിലൊക്കെ അത്യാവശ്യം നല്ല റിഫ്ലക്ഷനും ഗ്രാഫിക്സും കാര്യത്തിന് കൊടുത്തിട്ടുള്ളൊരു ഗെയിം തന്നെയാണ്. കുറച്ചുകൂടെ കഴിയുമ്പോൾ അപ്ഗ്രേഡ് ആയിട്ട് കുറച്ചുകൂടെ അപ്ഡേറ്റ് ആയിട്ട് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഒന്ന് കൂടിക്കഴിഞ്ഞാൽ, ഗ്രാഫിക്സൊക്കെ കൂടിക്കഴിഞ്ഞാൽ ഗെയിം പിന്നെ വിഷയമായിരിക്കും, സീനാണെന്ന് പറയാം. പക്ഷേ ഇപ്പോൾ തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാതെ നിങ്ങൾക്ക് കളിക്കാൻ പറ്റും. ഏത് ലോയിൻ്റെ ലൂസിയും കളിക്കാൻ പറ്റും. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. അപ്പോൾ നമുക്ക് നമ്മുടെ ലിസ്റ്റിലെ 3ാമത്തെ ഗെയിമിലേക്ക് പോകാം. അതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ഈ ഒരു വീഡിയോ അവസാനം വരെ കാണുവാണെങ്കിൽ ഈ കാണിക്കുന്ന 3 ഗെയിംസിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള ഗെയിം ഏതാണെന്ന് കമൻറ്റ് ചെയ്തേക്കുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഗൈസ്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാണ് എനിക്ക് ഫ്യൂച്ചറിൽ ഇതുപോലെ കൂടുതൽ ഗെയിമിംഗ് കണ്ടൻസ് കാര്യങ്ങൾ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ നമ്മൾ ലിസ്റ്റ് അവസാനത്തെ ഗെയിം നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു ഗെയിം കുറേ കൂട്ടുകാർക്ക് അറിയാവുന്ന ഒരു ഗെയിം ആയിരിക്കും. ഗെയിമിൻ്റെ നെയിം വരുന്നത് ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യ. അപ്പോൾ ഈ ഒരു ഗെയിം എന്ന് പറയുമ്പോൾ പ്ലേ സ്റ്റോറിൽ 10 കോടിയിലധികം ആൾക്കാർ ഡൗൺലോഡ് ചെയ്ത് കളിക്കുന്ന ഒരു ഗെയിമാണ്. അതുപോലെ തന്നെ ഗെയിമിൻ്റെ റേറ്റിംഗ് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ 4.4 റേറ്റിംഗ് ആയതിന് ഈ ഒരു ഗെയിമിന് വരുന്നുണ്ട്. ഗെയിം സൈസ് വരുന്നത് അറൗണ്ട് 1 GB ആണ്. അപ്പോൾ ഈ ഒരു ഗെയിമിൽ നിങ്ങൾക്ക് KSRTC ബസ്സിങ് ആയതിനെ കിട്ടുന്നത്. ഈ ഒരു ഗെയിമിൽ നിങ്ങൾക്ക് ഓൺലൈനായി കളിക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഗെയിമിലേക്ക് പുറത്ത് വേറെ മോഡൊക്കെ ഡൗൺലോഡ് ആക്കിയിട്ട് ആഡ് ചെയ്യുവാണെങ്കിൽ KSRTC ബസ്, അങ്ങനെ പല സംഭവങ്ങൾ, ഈ ബഡ്ജറ്റിൻ്റെ വണ്ടി, അങ്ങനെ കുറേ സംഭവങ്ങൾ യൂട്യൂബ് സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് ഇതിൻ്റെ മോഡും കാര്യത്തിന് അവൈലബിൾ ആയിട്ട് കിട്ടും. അറിയാവുന്നവരായിരിക്കും, ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ, അറിയാത്ത കൂട്ടരായിട്ട്. അപ്പോൾ ഈ ഒരു ഗെയിമിൽ ഒരുപാടധികം ഫാൻസ് ഉണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ ഈ ഗെയിമിന് ഫാൻസ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഗെയിംസ് ഏതൊക്കെയാണെന്ന് കമൻറ്റ് ചെയ്തേക്കുക. അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് ബസ് സിമുലേറ്റർ ഗെയിംസ് ഒക്കെ അറിയുന്നുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയി വരുന്നതായിരിക്കും. സോളിയർ സൈനിങ് ഓഫ്. ബൈ ബൈ.